ഹലോ, ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay, mister. ഓക്കെ, GT2 ആണ്, ജിയോടെക് 2 ഫസ്റ്റിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. 5 മൊഡ്യൂളാണുള്ളത്, നേരത്തെ പോലെ തന്നെ 5 മൊഡ്യൂൾ. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് എർത്ത് പ്രഷറും ഫൗണ്ടേഷനുമാണ്. എർത്ത് പ്രഷർ എന്താണെന്നും അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നും അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസും ആണ് ഫസ്റ്റ് സെക്ഷനിൽ. അത് 2 തിയറി വെച്ചിട്ട്, റാങ്കൈൻസ് തിയറിയും കൂളംസ് തിയറിയും വെച്ചിട്ടുള്ള അനാലിസിസ് ആണ്. അതിൽ റാങ്കൈൻസ് തിയറി മാത്രമേ പഠിക്കാനുള്ളൂ. കൂളംസ് തിയറി ജസ്റ്റ് തിയറി മാത്രം എന്താണെന്ന് ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമേ പോകുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് ബിയറിംഗ് കപ്പാസിറ്റി ആണ്. ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ഷാലോ ഫൗണ്ടേഷൻ മാത്രമാണ് പഠിക്കുന്നുള്ളൂ. അത് ടെർസാഗീസ് ഇക്വേഷൻ വെച്ചിട്ടും സ്കിംടൺസ് ഇക്വേഷൻ വെച്ചിട്ടും എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതെല്ലാം ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് പ്രോബ്ലം. ഇക്വേഷൻസ് കാണാതെ പഠിക്കണം, അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ദെൻ തേർഡ് മൊഡ്യൂൾ വരുന്നത് സെറ്റിൽമെൻറ്റ് അനാലിസിസ് ആണ്. എങ്ങനെയാണ് സെറ്റിൽമെൻറ്റ്, അലൗബിൾ മാക്സിമം സെറ്റിൽമെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ടോപ്പിക്ക്. പിന്നെ വരുന്നത് ഫൗണ്ടേഷൻ്റെ ഡിസൈനാണ്. സ്ട്രിപ്പും കമ്പൈൻഡ് ഫൂട്ടിങ് ഉള്ള ഡിസൈനും അതുപോലെ തന്നെ റാഫ്റ്റ് ഫൗണ്ടേഷൻ്റെ ഡിസൈനുമാണ് തേർഡ് മൊഡ്യൂൾ. ദെൻ ഫോർത്ത് മൊഡ്യൂൾ പൈൽ ഫൗണ്ടേഷനാണ്. പൈലിൽ എങ്ങനെയാണ് ഗ്രൂപ്പ് പൈലും സിംഗിൾ പൈലും ആണെങ്കിൽ എങ്ങനെയാണ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളതാണ് പഠിക്കണേ. ദെൻ വെൽ ഫൗണ്ടേഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് പാർട്സ് എന്തൊക്കെയാണെന്നുള്ള ഒരു തിയറി. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ സൈറ്റ് എക്സ്പ്ലോറേഷൻ മെത്തേഡ്സ് ആണ്. സൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സോയിൽ ഇൻവെസ്റ്റിഗേഷനും സൈറ്റ് ഇൻവെസ്റ്റിഗേഷനും ചെയ്യുന്നത്, അതിന് ചെയ്യുന്ന മെത്തേഡ്സ് കാര്യങ്ങളുമാണ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ കവർ ചെയ്യാം. അപ്പം ഏറ്റവും ബേസിക്കലി നമ്മൾ ഇതിന് ഏറ്റവും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അറോറയുടെ പഴയ ടെക്സ്റ്റാണ്, നല്ല ടെക്സ്റ്റാണ്. അതാണ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ട്, ഈ 5 മൊഡ്യൂളും അതിനകത്ത് വ്യക്തമായിട്ടുണ്ട്. ദെൻ K2ൻ്റെ നോട്ടിൽ ഒരു 3 നോട്ട്സ് അവൈലബിൾ ആണ് സൈറ്റിൽ. അതിൽ ആദ്യത്തെ ഒരു നോട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നേക്കുന്നത്, ഒരു ഹാൻഡ് റിട്ടൺ നോട്ടാണ്. ദെൻ പിന്നെ ഒരു നോട്ട് അവൈലബിൾ ആണ്, ഇത് ജസ്റ്റ് തിയറി മാത്രമേ ഉള്ളൂ. ഈ ഒരു സെക്കൻഡ് നോട്ട് എന്ന് പറയുന്നത് PDF. പിന്നെ ഉള്ളത് ഒരു PPT മോഡലിലുള്ളൊരു നോട്ടാണ്, അത് ഇത്. ഇതിലെനിക്ക് തോന്നുന്നു ഹാൻഡ് റിട്ടൺ നോട്ടാണ് കുറച്ചും കൂടെ നല്ലത്. നമ്മൾ ക്ലാസ്സിലെടുക്കുമ്പം ഓൺ നോട്ട് അപ്പം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ പോർഷൻസ് തിയറി വരുന്ന മാത്രമാണ് നമ്മൾ പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് തുടങ്ങാം. എർത്ത് പ്രഷറാണ്. ഓക്കെ, എന്താ എർത്ത് പ്രഷർ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എർത്ത് പ്രഷർ എന്താന്ന്? ഹലോ, എർത്തിന്റെ വെയിറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രഷർ. എർത്തിലുള്ള സോയിൽ മാസ്, ആ സോയിൽ മാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുക? എർത്ത് പ്രഷർ എന്ന് പറയുക. ദെൻ ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റീറ്റെയിൻ ചെയ്യുന്ന സ്ട്രക്ചർ, സോയിലിനെ റീറ്റെയിൻ ചെയ്യുന്ന സ്ട്രക്ചറിൽ ആ സോയിൽ മാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുക. ദെൻ ഇതാണ് ഒരു റീറ്റെയിനിങ് വാൾ ആണെന്ന് വിചാരിച്ച് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ. ആ റീറ്റെയിനിങ് വാളിൻ്റെ ബാക്ക് സൈഡിൽ ഉള്ള സോയിൽ മാസ്, ഇത് ഈ റീറ്റെയിനിങ് വാളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുക? ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയാം. ദെൻ ഈ ലാറ്ററൽ എർത്ത് പ്രഷർ നമ്മൾ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതിലൊന്നാണ് മോഡ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് വോള്. ഈ സോയിലിൻ്റെ പ്രഷർ കൊണ്ട് ഈ വോൾ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത്, അത് ഒരു ഫാക്ടറാണ്. സെക്കൻഡ് വൺ ആയിട്ട് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി വോൾ. ഈ വോളിന് എത്രത്തോളം ഫ്ലെക്സിബിൾ ആയിട്ട് ആ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ദെൻ പ്രോപ്പർട്ടീസ്. എന്തോ കാണുന്നില്ല ഒന്നും, എന്തെങ്കിലും പ്രസന്റ് സ്ക്രീൻ ഉണ്ടോ? കാണണില്ലേ? സ്ക്രീൻ ഷെയർ ഇല്ലേ? സ്ക്രീൻ ഷെയർ കിട്ടുന്നില്ലല്ലോ. ഇല്ലേ, ഒരു സെക്കൻഡേ. ഓക്കെ 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 ഓക്കെ, വെയിറ്റ്. സോറി. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ വിട്ടുപോയതാ, വെരി സോറി. ഓക്കെ, ഇപ്പം കാണാൻ പാടില്ലേ? ഇപ്പം വിസിബിൾ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്.
ഓക്കെ, വെരി സോറി, ഞാനത് വിട്ടുപോയതാണ്. അതെ, ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ് സിലബസ്. എർത്ത് പ്രഷർ പറഞ്ഞു. 2 തിയറി, റാങ്കിൻസും കൂളംസ് തിയറിയും വെച്ചിട്ടുള്ള അനാലിസിസ് ആണ്. ദെൻ വരുന്നത് ഫൗണ്ടേഷൻ പാർട്ടാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് ബിയറിംഗ് കപ്പാസിറ്റി. നമ്മൾ എങ്ങനെയാണ് സോയിലുള്ള ബിയറിംഗ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണത്, അത് 2 ഇക്വേഷൻസ് വെച്ചിട്ട്, ടെർസാഗീസും സ്കെംപ്ടൺസ് ഫോർമുലയും. ഡയറക്റ്റ് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, ഡെറിവേഷൻ ഇല്ല. ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് ആ മൊഡ്യൂളിൽ കൂടുതൽ പ്രോബ്ലംസും. തേർഡ് മൊഡ്യൂളിൽ വരുന്നത് സെറ്റിൽമെൻറ്റ് അനാലിസിസും ഫൂട്ടിങ്ങും റാഫ്റ്റ് ഫൗണ്ടേഷനും ആണ്. സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് അലൗബിൾ മാക്സിമം സെറ്റിൽമെൻറ്റ് സോയിലിന് എത്രയാണ് വരുന്നത് എന്നുള്ളതും അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഒരു പോർഷൻ. പിന്നെ വരുന്നത് ഫൂട്ടിംഗ് ഡിസൈൻ ആണ്. സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഫൂട്ടിങ്ങിനെ ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളതാണ് നെക്സ്റ്റ് 2 പോർഷൻസ് വരിക. അത് സിംഗിൾ ആണെങ്കിലും ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ് ആണെങ്കിലും കമ്പൈൻഡ് ആണെങ്കിലും റാഫ്റ്റ് ആണെങ്കിലും. ഫോർത്ത് മൊഡ്യൂൾ വരുന്നത് പൈലാണ്. ഒരു സിംഗിൾ പൈലും ഗ്രൂപ്പ് പൈലും എങ്ങനെയാണ് ലോഡ് കാൽക്കുലേഷനും അതിൻ്റെ ഡിസൈനും ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഫോർത്ത് മൊഡ്യൂളിലൊരു ടോപ്പിക്ക്. ദെൻ വെൽ ഫൗണ്ടേഷൻ ആണ്, തിയറി പോർഷൻ ആണത്. ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണ്, സോയിൽ എക്സ്പ്ലോറേഷൻ. എങ്ങനെയാണ് നമ്മളൊരു സൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ സോയിൽ എക്സ്പ്ലോർ ചെയ്യുന്നതെന്നുള്ളത്, അതിൻ്റെ മെത്തേഡ്സും കാര്യങ്ങളും ആണ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ. പിന്നെ പറഞ്ഞത് അറോറ, ഈ ടെക്സ്റ്റ് അറോറ ഓഫ് KR ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ഇതാണ് ഏറ്റവും നമ്മൾ യൂസ്ഡ് ആയിട്ട് നമ്മൾ GT1 പറഞ്ഞിരുന്നൊരു ടെക്സ്റ്റാണ്. അത് ഇതിനകത്തുണ്ട്, ഈ 5 മൊഡ്യൂളും ഫുൾ അതുപോലെ തന്നെ അതിനകത്തുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞത് ഇതാണ് K2ൻ്റെ ഇതിൽ 3 നോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ഒരു നോട്ട് ഇതാണ്, എർത്ത് പ്രഷറിൻ്റെ നോട്ടാണ്. ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടുന്നത്. ഇതൊരു ഹാൻഡ് റിട്ടൺ നോട്ടാണ്. സെക്കൻഡ് നോട്ടെന്ന് പറയുന്നത് ഇത് ഫുൾ തിയറി ആയിട്ടുള്ള വേറൊരു നോട്ടാണ്. തിയറി മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, വളരെ ഷോർട്ടായിട്ട് തിയറീസ് മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു നോട്ടാണ് ഇതിനകത്ത്. ദെൻ പിന്നെ ഒരു PPT പോലുള്ള ഒരു നോട്ട്. ഈ PPT പോലുള്ള നോട്ടിൽ കുറച്ചുകൂടെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രോബ്ലംസ് ഇത് നോക്കി ചെയ്യാം. അപ്പോൾ ഈ നോട്ട്സ് 3 കുഴപ്പമില്ല. അതിലും കുറച്ചുകൂടെ നല്ലത് ഈ ഹാൻഡ് റിട്ടൺ നോട്ട് ആയതുകൊണ്ടാണ് അത് ഷെയർ ചെയ്തതെന്ന്. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി നോട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, എർത്ത് പ്രഷർ, ഇതാണ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത് പറഞ്ഞു. ഇതാണ് ആ ഫിഗർ. ഇതിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് സോയിൽ. ഇവിടെയുള്ള സോയിൽ ഈ റീറ്റെയിനിങ് വോളി കാണുന്നതാണ് റീറ്റെയിൻ ചെയ്യുന്ന സ്ട്രക്ചർ. സോയിൽ മാസിനെ തടഞ്ഞു നിർത്തുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ റീറ്റെയിനിങ് വാൾ എന്ന് പറയുക. ഈ സോയിൽ മാസ് ഈ സ്ട്രക്ചറിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുക. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെയാണ് മോഡ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദി വോള്, ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി വോള്, ദെൻ സോയിൽ പ്രോപ്പർട്ടീസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഡ്രെയിനേജ് കണ്ടീഷൻ. ഈ സോയിലിൽ എങ്ങനെയാണോ ഡ്രെയിനേജ് കണ്ടീഷൻസ് ഉള്ളത്, ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ലാറ്ററൽ എർത്ത് പ്രഷറിൻ്റെ എത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാറ്ററൽ എർത്ത് പ്രഷർ ഉണ്ട്. ബേസിക്കലി 3 ടൈപ്പ് ലാറ്ററൽ എർത്ത് പ്രഷറാണ്. അറ്റ് റെസ്റ്റ് പ്രഷർ, ദെൻ ആക്റ്റീവ് പ്രഷർ, തേർഡ് വൺ പാസീവ് പ്രഷർ. ഇങ്ങനെ 3 പ്രഷേഴ്സാണ്, എർത്ത് പ്രഷേഴ്സാണ് ലാറ്ററലി ഉള്ളത്. ലാറ്ററൽ എർത്ത് പ്രഷേഴ്സ് ആർ ഓഫ് 3 ടൈപ്സ്. അറ്റ് റെസ്റ്റ് പ്രഷർ, ദെൻ ആക്റ്റീവ് എർത്ത് പ്രഷർ, ദെൻ പാസീവ് എർത്ത് പ്രഷർ. ദെൻ അറ്റ് റെസ്റ്റ് എർത്ത് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, 2 റീറ്റെയിനിങ് വാൾ. ഈ റീറ്റെയിനിങ് വാൾ എന്ത് ചെയ്തേക്കാണ്, റിജിഡ്ലി ഫിക്സ് ചെയ്തേക്കാണ്. ഒരു ബേസ്മെൻറ്റ് സ്ലാബ് കൊടുത്ത് ടോപ്പിലുള്ള മൂവ്മെൻറ്റും ബാക്കിൽ ബോട്ടത്തിലുള്ള മൂവ്മെൻറ്റും സൈഡിലേക്കുള്ള മൂവ്മെൻറ്റും എല്ലാം ഇതിൻ്റെ ഇടയിലുള്ള സോയിൽ മാസിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തേക്കാണ്, അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഒരു രീതിയിലും സോയിലിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. അങ്ങനെ ഉള്ള സമയത്ത് ആ സോയിൽ ഈ റീറ്റെയിനിങ് വോളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് എന്ത് പറയുക, അറ്റ് റെസ്റ്റ് പ്രഷർ. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് PR എന്നാണ്. ചില സ്ഥലത്ത് അത് P0 എന്ന് കൊടുക്കാറുണ്ട്. നിങ്ങൾ P0 യൂസ് ചെയ്ത് പഠിക്കായിരിക്കും നല്ലത്. കാണുമ്പോൾ ടെക്സ്റ്റിലെ ഫ്രെയിം മിക്കയിടത്തും P0 ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അടുത്തതാണ്, ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ബ്രിഡ്ജ് അബട്ട്മെൻറ്റ് റീറ്റെയിൻഡ് അറ്റ് ഇറ്റ്സ് ടോപ്പ് ഓഫ് ദി ബ്രിഡ്ജ് സ്ലാബ്. ഒരു ബ്രിഡ്ജ് അബട്ട്മെൻറ്റ് എന്ത് ചെയ്യും, ബ്രിഡ്ജ് സ്ലാബിൽ ടോപ്പിൽ ബ്രിഡ്ജ് സ്ലാബ് വെച്ചിട്ട് ഒരു ബ്രിഡ്ജ് അബട്ട്മെൻറ്റ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് ഇതിന് ഏറ്റവും എക്സാമ്പിളായിട്ട് നമുക്ക് പ്രാക്ടിക്കലി പറയാൻ പറ്റുന്ന ഒരിത്. അടുത്തതാണ് ആക്റ്റീവ് എർത്ത് പ്രഷർ. ഇപ്പൊ ഇത് മൂവ് ചെയ്യുന്നുണ്ടോ? ഈ സ്ക്രീൻ ഷെയർ ചെയ്ത് മൂവ് ചെയ്യുന്നുണ്ടോ? ഇപ്പം ഇത് മൂവ് അതോ ചെയ്തു. ഫസ്റ്റ് പേജിൽ തന്നെ നിൽക്കാണോ? അല്ല, ഞാനിപ്പോൾ ജസ്റ്റ് മൂവ് ചെയ്തു, കാണാൻ പറ്റുന്നില്ലേ? അല്ല, എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? എനിക്കത് മൂവ് ചെയ്യുന്നതായിട്ട് കിട്ടുന്നില്ല. അത് എന്റെ മൂവ് കുഴപ്പമാണെന്ന് അറിയാം. മൂവ് ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ അപ്പൊ എന്റെ പ്രശ്നമായിരിക്കും. ഓക്കെ, ദെൻ ഇതാണ് ആക്റ്റീവ് എർത്ത് പ്രഷറും പാസീവ് എർത്ത് പ്രഷറും. ഇത് ഫിഗർ വെച്ചിട്ട് കാണിച്ചു തരാം, അതുകൊണ്ടാണ് താഴേക്ക് എടുത്തത്.
ദെൻ ഇതൊരു റീറ്റെയിനിങ് വാളാണ്. ഇവിടെ ഒരു ബാക്ക് ഫില്ല്, ഇവിടെ ഒരു ബാക്ക് ഫില്ല്. ഇങ്ങനെയാണ് ആക്ച്വലി ഒരു റീറ്റെയിനിങ് വാൾ ഇരിക്കണമല്ലോ. അപ്പം ഈ റീറ്റെയിനിങ് വാളിൻ്റെ ബാക്കിലുള്ള ആ സോയിൽ മാസിനെയാണ് നമ്മൾ ബാക്ക് ഫിൽ എന്ന് പറയുക. ആ ബാക്ക് ഫില്ലിൻ്റെ പ്രഷർ കൊണ്ട് ഈ റീറ്റെയിനിങ് വാൾ ഈ സോയിൽ മാസിൽ നിന്ന് എവേ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ലാറ്ററൽ ഈ സോയിലിൻ്റെ പ്രഷർ കൊണ്ട് എന്ത് ചെയ്യും? റീറ്റെയിനിങ് വാൾ ഈ സോയിൽ മാസിൽ നിന്ന് എവേ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുകയാണ് എങ്കിൽ അപ്പോഴുണ്ടാവുന്ന ലാറ്ററൽ എർത്ത് പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുക? ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയാം. ക്ലിയർ ആയോ? ഈ റീറ്റെയിനിങ് വാൾ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എങ്ങനെ? ഇവിടെയുള്ള സോയിൽ മാസിൻ്റെ പ്രഷർ കൊണ്ട് ഈ റീറ്റെയിനിങ് വാളിന് എന്ത് ചെയ്യണു? ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണു. അപ്പോൾ ആ സോയിൽ മാസ് ഈ റീറ്റെയിനിങ് വാളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് എന്ത് പറയുക? ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. ദെൻ പാസീവ് എർത്ത് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോയിൽ മാസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഈ റീറ്റെയിനിങ് വാളിൽ സോയിൽ മാസ് എക്സേർട്ട് ചെയ്യണതിൻ്റെ ഭാഗമായി എന്ത് പറ്റും? സോയിലിലെ പ്രഷർ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേ വരും. അല്ലെങ്കിൽ ഈ റീറ്റെയിനിങ് വാള് സോയിലിൻ്റെ പ്രഷർ കൊണ്ട് ടുവേർഡ്സ് ദ സോയിലാണ് മൂവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ടുവേർഡ്സ് ദ ബാക്ക് ഫില്ലാണ് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോഴുണ്ടാവുന്ന പ്രഷറിനെയാണ് പാസീവ് എർത്ത് പ്രഷർ എന്ന് പറയാം. അസ്യൂം ചെയ്യുക ഈ റീറ്റെയിനിങ് വാൾ ഓൾവേസ് ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം ഈ മൂവ് ചെയ്യണ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ എന്ത് പറ്റും? ഈ സോയിൽ ഇവിടെ നിന്ന് കൊടുക്കുന്ന പ്രഷർ കൊണ്ടാണ് അത് മൂവ് ചെയ്യണ ലെഫ്റ്റ് സൈഡിലേക്ക്. ആ ടൈമിൽ ഉണ്ടാവുന്ന പ്രഷറാണ് ആക്റ്റീവ് എർത്ത് പ്രഷർ. ദെൻ റിവേഴ്സ് പ്രോസസ്സാണ് പാസീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. സോയിലിൻ്റെ പ്രഷർ, അല്ലെങ്കിൽ ഈ റീറ്റെയിനിങ് വാളിൽ സോയിൽ കൊടുക്കുന്ന പ്രഷർ കൊണ്ട് ഈ റീറ്റെയിനിങ് വാൾ എന്ത് ചെയ്യും? സോയിലിനെ കൂടുതൽ കംപ്രസ് ചെയ്യിക്കും. അല്ലെങ്കിൽ സോയിലിൻ്റെ അടുത്തേക്കാണ് ഈ റീറ്റെയിനിങ് വാളിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതെങ്കിൽ അപ്പോഴുണ്ടാവുന്ന പ്രഷറിനെയാണ് പാസീവ് എർത്ത് പ്രഷർ എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ്, പാസീവ് എർത്ത് പ്രഷറിന് എക്സാമ്പിളാണ് പ്രഷർ ആക്ടിങ് ഓൺ ആൻ ആങ്കർ ബ്ലോക്ക് എന്ന് പറയും. പ്രഷർ എക്സിസ്റ്റിംഗ് ഓൺ ആൻ ആങ്കർ ബ്ലോക്ക്. ഒരു ആങ്കർ ബ്ലോക്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രഷർ പാസീവ് എർത്ത് പ്രഷറിന് ഇക്വലൻ്റ് ആയിരിക്കും. കാരണം ആങ്കർ ബ്ലോക്കിലേക്ക് നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അതിന് കംപ്രഷനാണ് ഉണ്ടാവുന്നത്. അപ്പം അവിടുത്തെ ആ ഒരു ഫുൾ എന്താവും? കംപ്രഷൻ ബിഹേവിയറിലാണ്. അപ്പോൾ അത്രയും പ്രഷറാണ് അതിനകത്തേക്ക് വരുന്നത്. അതുകൊണ്ട് പ്രഷർ ഓൺ ആൻ ആങ്കർ ബ്ലോക്കാണ് പാസീവ് എർത്ത് പ്രഷറിന് എക്സാമ്പിളായിട്ട് പറയാം. ആക്റ്റീവ് എർത്ത് പ്രഷറിൽ ലൈവ്ലി നമുക്ക് കാണാൻ പറ്റുന്ന, അതായത് സോയിലിൻ്റെ പ്രഷർ കൊണ്ട് എന്ത് ചെയ്യും? തള്ളി പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയും. ഓക്കെ. ആക്റ്റീവും പാസീവും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കൽസ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ഒരു കാര്യം കൂടെ പറയാം. ആക്റ്റീവ് എർത്ത് പ്രഷറിന്റെ ഭാഗമായിട്ട് ഈ സോയിൽ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക? സോയിലിൽ എന്തായിരിക്കും? കംപ്രഷൻ ആണോ ഉണ്ടാവുന്നത്? ടെൻഷൻ ആണോ ഉണ്ടാവുന്നത്? മീൻസ് ടെൻഷൻ അല്ല, കംപ്രഷൻ ആണോ? അത് ലൂസായിട്ട് വരുമായിരിക്കും ചെയ്യുന്നത്? ലൂസ് ആവും. ആക്റ്റീവ് എർത്ത് പ്രഷർ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള സോയിൽ മാസ് എന്ത് ചെയ്യും? ഈ റീറ്റെയിനിങ് വാൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്തോറും ഇവിടുത്തെ സോയിൽ മാസ് എന്ത് ചെയ്യും? ഇങ്ങനെ താഴേക്ക് പോരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അപ്പം അതിനെ വെഡ്ജ് ഫെയിലിയർ എന്ന് പറയും. അപ്പം ആ സോയിൽ മാസിന് ഉണ്ടാവുന്ന ഫെയിലിയർ എന്ന് പറയുന്നത് വെഡ്ജ് ഫെയിലിയർ ആയിരിക്കും. അപ്പം അത് കാണിച്ചു തരാം. കണ്ടോ? ക്ലിയർ. ഓക്കെ, ടെക്സ്റ്റിൽ ഉണ്ട് കേട്ടോ കുറച്ചുകൂടെ ഫിഗർ. ഇതാണ് വെഡ്ജ് ഫെയിലിയർ എന്ന് പറയുന്നത്. വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് ഒരു റീറ്റെയിനിങ് വാൾ ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, ഇവിടെ നിന്നാണ് ഇങ്ങനെ പ്രഷർ എക്സേർട്ട് ചെയ്യണേ. ഈ പ്രഷർ ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ലാറ്ററൽ റീറ്റെയിനിങ് വാൾ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പോൾ ഈ സോയിൽ മാസ് എന്ത് ചെയ്യും? ഇങ്ങനെ തള്ളി തള്ളി താഴേക്ക് പോരും. അപ്പോൾ ഉണ്ടാകുന്ന ഫെയിലിയർ എന്ന് പറയുന്ന സെക്ഷൻ ഇങ്ങനെ ഒരു വെഡ്ജ് ഫെയിലിയർ ആയിരിക്കും. ഇതാണ് ഫെയിലിയർ ലൈൻ, ഫെയിലിയർ വെഡ്ജ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇതിലാണ് ആ സോയിൽ ഫെയിൽ ആവണത്. ഓക്കെ, സോയിൽ ഇങ്ങനെ ഡൗൺവേർഡ് മൂവ് ചെയ്ത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോമിലായിരിക്കും എന്ത് ചെയ്യുക? ഈ ഒരു ഫെയിലിയർ സംഭവിക്കുക. അതായത് ഇതിലുള്ള സോയിൽ മാസ് ലൂസായി താഴേക്ക് പോരുകയാണ് ചെയ്യണേ. അടുത്തതെന്ന് പറയണത് റീറ്റെയിനിങ് വാൾ ഇങ്ങനെ ഇരിക്കണു. പാസീവ് എർത്ത് പ്രഷറാണ്. ഇപ്പോൾ മൂവ്മെൻറ്റ് ഇങ്ങോട്ടാണ്.
ഓക്കെ, മൂവ്മെൻറ്റ് ഇങ്ങോട്ടാകുമ്പോൾ ഇവിടുത്തെ സോയിൽ എന്ത് ചെയ്യും? കംപ്രസ് ആയിക്കൊണ്ടിരിക്കുക. കംപ്രസ് ആകുമ്പം ഈ വെഡ്ജ് എന്ത് ചെയ്യും? ഈ വിട്ട് എന്ത് സംഭവിക്കും? കൂടി വരും. ഓക്കെ, ഇങ്ങനെ വെഡ്ത്ത് കൂടി ഈ ഫില്ല് ഇങ്ങനെ മുകളിലേക്ക് തള്ളി പൊങ്ങി വരും. അപ്പോൾ ഇതിൻ്റെ ഫെയിലിയർ വെഡ്ജ് എന്ന് പറയുന്നത് ഇതായിരിക്കും. പാസീവ് കണ്ടീഷനിൽ മൂവ്മെൻറ്റ് മുകളിലേക്കായിരിക്കും, ഫില്ല് ഇങ്ങനെ കൂടി വരും. മറ്റത് സോയിൽ എന്ത് ചെയ്യും? താഴേക്ക് പോരുന്ന രീതിയിലായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വേരിയേഷൻ ഓഫ് എർത്ത് പ്രഷർ. ഈ 3 പ്രഷറും എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന് അറിയണം. വേരിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി വരയ്ക്കേണ്ട ഒരു ഡയഗ്രമാണിത്. 3 പോയിന്റ്സ് കാണിക്കുക, A, B, C. ആ 3 പോയിന്റ്സിൽ B എന്ന് പറഞ്ഞ സെൻട്രൽ പോയിന്റ് ആയിരിക്കും അറ്റ് റെസ്റ്റ്. അറ്റ് റെസ്റ്റിൽ എന്താണ്? ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റും ആ സോയിലിന് സംഭവിക്കുന്നില്ല. ഓക്കെ, ആക്റ്റീവ് വർക്ക് പ്രഷറിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക? ഫില്ല് എന്ത് ചെയ്യും? റീറ്റെയിനിങ് വാൾ എന്ത് ചെയ്യും? ബാക്ക് ഫില്ലിൽ നിന്ന് എവേ മൂവ് ചെയ്യും. എവേ മൂവ് ചെയ്യുമ്പം അവിടെയുള്ള പ്രഷർ എങ്ങനെയായിരിക്കും? സോയിലിൻ്റെ പ്രഷർ എങ്ങനെയായിരിക്കും? കുറഞ്ഞായിരിക്കും വരിക അല്ലേ? സോയിൽ പ്രഷർ എക്സൈറ്റ് ചെയ്യണം എന്ത് ചെയ്യും? ഇനീഷ്യലി നല്ലൊരു പ്രഷർ കൊടുത്തിട്ട് എന്ത് ചെയ്യും? പിന്നെ അത് കുറഞ്ഞായിരിക്കും വരിക. ക്ലിയർ ആയോ? ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പ്രഷർ റീറ്റെയിനിങ് വാൾ എവേ ദ ബാക്ക് ഫില്ല് മൂവ് ചെയ്യുക. അപ്പോൾ ആ സോയിൽ ആ റീറ്റെയിനിങ് വാളിലേക്ക് കൊടുക്കുന്ന പ്രഷർ എന്ത് ചെയ്യും? ഗ്രാജുവലി റെഡ്യൂസ് ചെയ്ത് വരും. ഓക്കെ, ഫെയിലിയർ ടൈമിലാണോ വെച്ചത്? ഏത്? ഈ പ്രഷർ കുറഞ്ഞു വരുന്നത്? ഫെയിലിയർ ആണ്. ഫെയിൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോരുമല്ലേ? അപ്പോൾ ഈ വിഡ്ത്ത് എന്ത് ചെയ്യും? ഈ മോളിൽ കാണിച്ചിട്ട് ഈ ഫില്ലിൻ്റെ വിഡ്ത്തില്ലേ, ഈ വിഡ്ത്ത് കുറഞ്ഞായിരിക്കും വരിക അല്ലേ? അതിങ്ങനെ താഴേക്ക് വന്ന് നീങ്ങി പോവായിരിക്കും ചെയ്യണേ. മറ്റേതെന്താവും? ഈ വിഡ്ത്തിൽ നിന്ന് ഇങ്ങനെ കൂടി സോയിൽ മാസ് അങ്ങ് പൊങ്ങി പോവുമായിരിക്കും ചെയ്യണേ. സോയിൽ ഇങ്ങനെ കംപ്രസ് ചെയ്ത് മാക്സിമം ഒരു വിഡ്ത്തിലേക്ക് ഫെയിലിയർ പ്ലെയിൻ പോരുകയും ചെയ്യും. ദെൻ പാസീവ് എർത്ത് പ്രഷർ ആകുമ്പം എന്ത് ചെയ്യും? ഫില്ലെന്ന് പറയുന്നത് റീറ്റെയിനിങ് വാൾ എന്ത് ചെയ്യും? ഫില്ലിനോട് ചേർന്ന് ബാക്ക് ഫില്ല് എവിടെയാണോ അങ്ങോട്ട് കൂടുതൽ അടുക്കുക ചെയ്യണേ. അങ്ങനെ വരുമ്പം സോയിൽ തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ആ കണ്ടീഷനിൽ. അപ്പം പാസീവ് എർത്ത് പ്രഷർ ആയിരിക്കും ഏറ്റവും കൂടുതൽ വാല്യൂ. ഈ 3 കേസിലെ വെച്ച് നോക്കുമ്പം ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആക്റ്റീവ് എർത്ത് പ്രഷറിനും, ദെൻ അതിനുശേഷം പാസീവ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, ദെൻ അതിനുശേഷം പാസീവ് എർത്ത് പ്രഷർ. അങ്ങനെയായിരിക്കും എപ്പോഴും എർത്ത് പ്രഷറിൻ്റെ വാല്യൂസ്. ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് ആക്റ്റീവ് എർത്ത് പ്രഷറും അതിലും കുറച്ചുകൂടെ കൂടുതൽ വരുന്നത് അറ്റ് റെസ്റ്റ് ആയിരിക്കും. ദെൻ അതിനുശേഷം മാക്സിമം വരുന്ന വാല്യൂ എന്ന് പറയുന്നത് പാസീവ് എർത്ത് പ്രഷർ ആയിരിക്കും. ഓക്കെ, ഇനി മിനിമം എർത്ത് പ്രഷർ ആയിരിക്കുമ്പോൾ എന്താണ്? ഷിയർ ഫെയിലിയർ പ്ലെയിൻ കുറവായിരിക്കും. സോയിൽ ഫെയിൽ ആവാനുള്ള ചാൻസ് കുറവായിരിക്കും. പക്ഷേ എർത്ത് പ്രഷർ മാക്സിമം ആയിരിക്കുന്ന സമയത്ത് എന്താണ്? ഷിയർ ഫെയിലിയർ കൂടുതലായിരിക്കും. പാസീവ് എർത്ത് പ്രഷർ ആയിരിക്കുന്ന സമയത്തായിരിക്കും സോയിലിന് ഏറ്റവും കൂടുതൽ ഷിയറിങ് സംഭവിക്കാനുള്ള പോസിബിലിറ്റീസ് ഉള്ളത്. എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, പാസീവ്, ആക്റ്റീവ്, ഈ 3 ക്ലിയർ ആയോ? ഹലോ, നിങ്ങൾ ഇത് വരയ്ക്കണം, Okay, miss. പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വരച്ചാൽ മതി. ഇപ്പം ഈ പറഞ്ഞ 3 ടോപ്പിക്കും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് എർത്ത് പ്രഷർ, ടൈപ്സ് ഓഫ് എർത്ത് പ്രഷർ, വേരിയേഷൻ. ഈ 3 എണ്ണം മാറി ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ അടുത്തത് റാങ്കൈൻസ് എർത്ത് പ്രഷർ തിയറി. വെരി ഇമ്പോർട്ടൻ്റ് ആണ് റാങ്കൈൻസ് എർത്ത് പ്രഷർ തിയറി. ഇതിൻ്റെ അസംഷൻസും പ്രോബ്ലംസും ആണ് ഇനി ഈ മൊഡ്യൂളിൽ മാക്സിമം പഠിക്കാനുള്ള പ്രോബ്ലമാറ്റിക് എന്ന് പറയുന്നത്. ബാക്കി ഫുൾ ഇതിനകത്ത് തിയറിയാണ്. റാങ്കൈൻസ് എർത്ത് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സോയിലിൻ്റെ എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണം. എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി റാങ്കൈൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്തൊരു തിയറിയാണ് റാങ്കൈൻസ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്.
സർട്ടൻ അസംഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് റാങ്കൈൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇതിങ്ങനെ അസ്യൂം ചെയ്ത് വച്ചിരിക്കുന്നത്. നമ്മൾ വെർട്ടിക്കൽ സ്ട്രെസ് പഠിക്കാൻ പഠിച്ചു ഇല്ലേ? കഴിഞ്ഞ GT1 നമ്മൾ ഒരു സോയിൽ എലമെൻ്റ് ഉണ്ടെങ്കിൽ ആ സോയിൽ എലമെൻറ്റിൽ വരുന്ന വെർട്ടിക്കൽ ബിലോ ഡെപ്ത് ഗ്രൗണ്ട് സർഫസിൽ നിന്ന് താഴെ വെർട്ടിക്കലി എത്രമാത്രം പ്രഷർ അതിനകത്ത് വരും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു ഇല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞ GT1 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കണുണ്ടോ? വെർട്ടിക്കൽ സ്ട്രെസ് സിഗ്മ ഇസഡ്. ഓർക്കുന്നുണ്ട്. ഓക്കെ. ഈ എർത്ത് പ്രഷർ എന്ന് പറയുമ്പോൾ എങ്ങനെയാ ആക്ട് ചെയ്യണേ? ഹൊറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ ആണോ? ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്രഷർ ആണോ വെർട്ടിക്കൽ പ്രഷർ ആണോ? ഹൊറിസോണ്ടൽ പ്രഷർ ആണ്. നമ്മൾ വെർട്ടിക്കൽ സ്ട്രെസ് കാണാൻ അല്ലെങ്കിൽ വെർട്ടിക്കലി എത്രമാത്രം സോയിലിന് സ്ട്രെസ് ഉണ്ടാവുന്നുണ്ടെന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ. ഹൊറിസോണ്ടലി ഒരു സോയിലിന് എത്രമാത്രം പ്രഷർ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ എത്രമാത്രം പ്രഷർ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്രഷർ ആണ് ആക്ച്വലി എന്ത് എർത്ത് പ്രഷർ ആയിട്ട് പറയുന്നതും അതാണ് നമ്മൾ ഈ റാങ്കൈൻസ് എർത്ത് പ്രഷർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതും. ക്ലിയർ ആയോ? ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന പ്രഷറാണ് സോയിൽ. ഹൊറിസോണ്ടലി എത്രമാത്രം പ്രഷറാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് അതാണ് നമ്മൾ ഈ ലാറ്ററൽ എർത്ത് പ്രഷർ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഇതിൽ ബേസിക് ആയ ഒരു 4 അസംഷൻസ് ഉണ്ട്. ആ അസംഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ അസംഷൻസും യൂണിവേഴ്സിറ്റി എക്സാമിന് തിയറി പാർട്ടിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്. സോയിൽ മാസ് ഈസ് ഹോമോജീനിയസ് ആൻഡ് സെമി ഇൻഫൈനൈറ്റ്. സെമി ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഇൻഫിനിറ്റ് ആണെന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് ഡെറിവേഷൻസ് ഒക്കെ പഠിക്കേണ്ടത്. ദെൻ സോയിൽ ഈസ് ഇൻ ഡ്രൈ കണ്ടീഷൻ ആൻഡ് കൊഹഷൻലെസ്. ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് റാങ്കൈൻസിൻ്റെ. സോയിൽ ഡ്രൈ സ്റ്റേറ്റ് ആണെന്നും കൊഹഷൻലെസ് സോയിൽ ആണെന്നുള്ള എസ്റ്റിമേഷനിലാണ് ഈ ഒരു തിയറി റാങ്കൈൻ ഡെവലപ്പ് ചെയ്തത്. അതൊരു വലിയൊരു ഡ്രോബാക്ക് ആണ് ഇതിൻ്റെ. ദെൻ ഗ്രൗണ്ട് സർഫസ് ഈസ് എ പ്ലെയിൻ വിച്ച് മേ ബി ഹൊറിസോണ്ടൽ ഓർ ഇൻക്ലൈൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്രൗണ്ട് ലെവല് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് റാങ്കൈൻസ് എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ബാക്ക് ഓഫ് ദ റീറ്റെയിനിങ് വാൾ ഈ സ്മൂത്ത് ആൻഡ് വെർട്ടിക്കൽ. ഈ സോയിലിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗം റീറ്റെയിനിങ് വാളിൻ്റെ ബാക്ക് സൈഡ് എപ്പോഴും സ്മൂത്തും വെർട്ടിക്കലും ആണെന്നുള്ള അസംഷനിലാണ് ചെയ്യുക. ദെൻ പിന്നെയുള്ള ലാസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് സോയിൽ എലമെൻറ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം. അതായത് വെഡ്ജ് ഫെയിലിയർ ആണ് സോയിലിന് ഉണ്ടാകുന്നത് എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ റാങ്കൈൻസ് എർത്ത് പ്രഷർ ഡിറൈവ് ചെയ്യുന്നത്. വലിയ ഡെറിവേഷൻ ഒന്നും ഇല്ല അതിനകത്ത്. ആക്റ്റീവ് എർത്ത് പ്രഷറും പാസീവ് എർത്ത് പ്രഷറും കാണാനുള്ള ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ആ ഇക്വേഷൻ ഡെറിവേഷൻ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, ഇന്ന് വരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. അതിൻ്റെ പ്രോബ്ലംസ് ആണ് എപ്പോഴും ചോദിച്ച് കണ്ടേക്കണം. ദെൻ ഇതാണ് ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ഇതൊരു ഗ്രൗണ്ട് സർഫസ്. ഇമേജ് ഇത്തിരി ഫെയ്ഡാണ്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് എടുത്ത് നോക്കുന്നതല്ലായിരിക്കും. സെയിം ഇതാണ് കൊടുത്തേക്കണത്. ദെൻ ഇതൊരു ഗ്രൗണ്ട് സർഫസ് ആണ്. വെർട്ടിക്കൽ ഇസഡ് ഡെപ്ത് മാറി ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സാണ് സിഗ്മ ഇസഡ്. അത് നമ്മൾ ഓൾറെഡി കാണാൻ പഠിച്ചിട്ടുണ്ട്. ഈ സോയിൽ എലമെൻറ്റിൽ എന്താണ് വെർട്ടിക്കൽ സ്ട്രെസ്സും ഉണ്ടാവും ഹൊറിസോണ്ടൽ സ്ട്രെസ്സും ഉണ്ടാവും. ആ വെർട്ടിക്കൽ സ്ട്രെസ്സാണ് സിഗ്മ ഇസഡ് ആയിട്ട് മാർക്ക് ചെയ്തേക്കണേ, ഈ കാണിച്ചേക്കണേ. ദെൻ ഹൊറിസോണ്ടലി ഉള്ള സ്ട്രെസ്സാണ് സിഗ്മ എച്ച് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആക്ച്വലി ഇനി കണ്ടുപിടിക്കാൻ പോണത്. അപ്പം ഈ സോയിൽ ഫെയിലിയർ പ്ലെയിനിലാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർ സർക്കിൾസ് വരയ്ക്കും. നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഫെയിലിയർ ക്രൈറ്റീരിയ വരച്ചിട്ടില്ലേ? മോർ സർക്കിൾ വെച്ചിട്ട് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും വരച്ചുകൊണ്ട് നമ്മൾ ഫെയിലിയർ എൻവലപ്പ് വരയ്ക്കും. ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡെറിവേഷൻ പഠിക്കണമെന്നില്ല, ലാസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഡെറിവേഷൻ പറയണമെന്നുള്ളൂ. ഇത് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും. ദെൻ ഇവിടെ നമ്മൾ ഫെയിലിയർ എൻവലപ്പ്, അതായത് മോർ സർക്കിൾ ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പോയിന്റ്സ് AB ലൊക്കേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്മ 1 സിഗ്മ 2 എന്ന് പറയുന്ന സ്ട്രെസ് വെച്ചിട്ടാണ്. ആ സിഗ്മ 1 സിഗ്മ 2 എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്ട്രെസ്, അതായത് സിഗ്മ 1 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രെസ്സും സിഗ്മ 2 എന്ന് പറയുന്നത് B എന്ന് മാർക്ക് ചെയ്തേക്കുന്നത് വെർട്ടിക്കൽ സ്ട്രെസ്സുമായിട്ടാണ്. ഈ ഹൊറിസോണ്ടൽ സ്ട്രെസ്സിൻ്റെ ഇൻറ്റൻസിറ്റിയും വെർട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ ഇൻറ്റൻസിറ്റിയും എടുത്തിട്ടാണ് നമ്മൾ ഈ മോർ സർക്കിൾ ക്രിയേറ്റ് ചെയ്തേക്കണേ. അതിൻ്റെ കണ്ടീഷൻ പറയുകയാണ്, ഈ വെർട്ടിക്കൽ സ്ട്രെസ്സ് കൂടും തോറും എന്ത് ചെയ്യും? ഡയമീറ്റർ കൂടി വരും. ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ കൂടി വന്ന് മാക്സിമം ഇത് ഫെയിൽ ആവുന്ന ഒരു പ്ലെയിൻ ഉണ്ട്. ആ ഫെയിലിന്
എൻവലപ്പിൽ ടച്ച് ചെയ്യും. നമ്മളിങ്ങനെ ഡയമീറ്റർ കൂട്ടി കൂട്ടി വരിക എന്ന് വെച്ചാൽ വെർട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി ഹൊറിസോണ്ടൽ സ്ട്രെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി 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 വന്ന് എന്ത് പറ്റും, ഈ സോയിലിന് ഒരു ഫെയിലിയർ ഉണ്ടാവും. ആ ഫെയിലിയർ ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഓരോ പോയിന്റിലും ഹൊറിസോണ്ടൽ സ്ട്രെസ് കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും, ഈ ഒരു മോർ സർക്കിളിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്തേണ്ടി വരും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് മാക്സിമം ഒരു പോയിന്റിലെത്തും A'. ആ A'' എന്ന് പറയുന്നത് ഈ ഫെയിലിയർ പ്ലെയിനിൽ ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും പോണേ. ആ ഒരു സർക്കിള് ഈ ഫെയിലിയർ വെഡ്ജ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ സോയിൽ എന്ത് ചെയ്യും, ഷിയർ ഫെയിലിയർ സംഭവിച്ചിരിക്കും. അങ്ങനെയാണ് കണ്ടീഷനിലാണ് നമ്മളിത് ഡിറൈവ് ചെയ്യണേ. ഇനി ഹൊറിസോണ്ടൽ പ്രഷർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് K0 × σz എന്നാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണിത്. σh എന്ന് പറയുന്നത് K0 σz ആണ്. K0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. ദെൻ ഈ വെർട്ടിക്കൽ സ്ട്രെസ്സും ഹൊറിസോണ്ടൽ സ്ട്രെസ്സും തമ്മിലുള്ള റിലേഷൻ ആണിത്. σh = K0 σz. σh എന്ന് പറഞ്ഞാൽ ലാറ്ററൽ എർത്ത് പ്രഷർ ആണ്. K0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. σz എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ സ്ട്രെസ്. അപ്പം K0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ σh/σz ആണ്. ദെൻ σz എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാം, ഒരു സോയിൽ എലമെന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ് നമുക്ക് എങ്ങനെ കാണാം, ഇങ്ങനെയുള്ള ഒരു സോയിൽ മാസ്, ഇതൊരു ഗ്രൗണ്ട് സർഫസ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് സോയിൽ, ഒരു Z ഡെപ്തിലാണ് ആ പോയിന്റ് ഇരിക്കണേ. ആ പോയിന്റിലുള്ള σzന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കാണാം, ഈ പോയിന്റ് A, ആ പോയിന്റ് എയിലുള്ള സോയിൽ മാസിലെ വെർട്ടിക്കൽ സ്ട്രെസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണേ, ടച്ച് മറന്നുപോയോ, വെയിറ്റ് ഡെൻസിറ്റി ഇൻടു ഹൈറ്റ്. ആ സോയിലിന്റെ ഡെൻസിറ്റി യൂണിറ്റ് വെയിറ്റ് ഗാമയാണ് എങ്കിൽ അതിന്റെ വെർട്ടിക്കൽ സ്ട്രെസ് σz എന്ന് പറയുന്നത് എന്താണ്, γz ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് എന്തെഴുതാം, താഴെ σz എന്ന് പറഞ്ഞാൽ γz ആണ്. അപ്പോൾ σh നമുക്ക് എങ്ങനെ എഴുതാം, K0 γz എന്ന് എഴുതാം ഇല്ലേ. K0 γh എന്ന് എഴുതാൻ പറയാം. σh എങ്ങനെ എഴുതാം, K0 γz എന്ന് എഴുതാം. ഇതായിരിക്കും ഹൊറിസോണ്ടലി ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ. ഹൊറിസോണ്ടൽ പ്രഷർ σh K0 γz. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇതെങ്ങനെ വന്നെന്നുള്ളൊരു ഡെറിവേഷൻ ആണ് താഴെ പറയണേ. നമ്മൾ ആ ഫെയിലിയർ പ്ലെയിൻ വരച്ചു. ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് σz വെർട്ടിക്കൽ സ്ട്രെസ് ആണ്. ഈ B എന്ന് പറഞ്ഞ പോയിന്റിൽ മാർക്ക് ചെയ്തേക്കണേ. മാക്സിമം പ്രഷർ, ഹൊറിസോണ്ടലി മാക്സിമം ഡെവലപ്പ് ചെയ്യുന്ന പ്രഷറാണ് ഇവിടെ E എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ വെച്ചേക്കണേ. ഈ രണ്ടെണ്ണം σ1 σ2 ആക്കി നമ്മളൊരു മോർ സർക്കിൾ വരച്ചു. മോർ സർക്കിൾ വരച്ചതിന് ശേഷം അതിൻ്റെ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് ഇത് OD. ഓക്കെ, കൊഹഷൻലെസ് സോയിലാണ് നമ്മൾ ചെയ്യണത്. അതുകൊണ്ടാണ് എന്ത്, കൊഹഷൻ ഇല്ല. അപ്പം ഒറിജിനിൽ നിന്ന് തന്നെയായിരിക്കും ഫെയിലിയർ പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യണേ. കൊഹഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇവിടെ ഒരു കൊഹഷൻ ഇന്റർസെപ്റ്റ് C എന്ന് പറയുന്ന വാല്യൂ നമ്മൾ മാർക്ക് ചെയ്യാറ്. കൊഹഷൻ ഫെയിലിയർ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒറിജിനിൽ നിന്ന് തന്നെയാണ് ഫെയിലിയർ പ്ലെയിൻ പോകുന്നത്. ദെൻ അപ്പം ഈ PA ഒരു സെക്കൻഡ് കേട്ടോ, ആക്റ്റീവ് എർത്ത് പ്രഷർ നമ്മളിനി കണ്ടുപിടിക്കണം. ആക്റ്റീവ് എർത്ത് പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മോർ സർക്കിൾ വരച്ചിട്ട് ഈ ഒരു ട്രയാങ്കിൾസും സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് എഴുതിയേക്കണതാണ് PA. PA എന്ന് പറഞ്ഞാൽ ഏത് ഡിസ്റ്റൻസ് ആണ്, ഒറിജിനിൽ നിന്ന് E വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, OE. OE എന്ന് നമുക്ക് എങ്ങനെ എഴുതാം, OC എന്ന് പറയുന്ന ഇതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, ഈ CEയുടെ വാല്യൂ കുറച്ചാൽ മതി. ക്ലിയർ ആയോ? ഫിഗറിൽ നിന്ന് ഫെയിലിയർ പ്ലെയിൻ ഒക്കെ വരച്ചതിന് ശേഷം ആക്റ്റീവ് എർത്ത് പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആ PA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോണേ. ദെൻ
ഇത് ഫെയിലിയർ പ്ലെയിൻ. അപ്പം പി എ എന്ന് പറയുന്ന വാല്യൂ, മാക്സിമം ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറയുന്നത് പി എ ആണ്. പാസീവ് എർത്ത് ആക്റ്റീവ് എർത്ത് പ്രഷർ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഈ മോർ സർക്കിൾ സോൾവ് ചെയ്യണം. അതിന് ഒ ഇ എന്ന് പറയുന്ന വാല്യൂ ആണ് എന്ത്, പി എ. ആക്റ്റീവ് എർത്ത് പ്രഷർ പി എ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യണേ. ദെൻ അതെന്ന് പറയുന്നത് ഈ ഡയഗ്രത്തിൽ നിന്ന് എന്താണ്, ഒ ഇ ആണ്. ദെൻ ഒ ഇ നമുക്ക് എങ്ങനെ എഴുതാം, ഒ സി മൈനസ് സി ഇ ആണ്. ഓക്കെ. ദെൻ സി ഇ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സി ഇ അല്ലെങ്കിൽ സി ഡി, ഇത് രണ്ടും എന്താണ്, ആ സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലേ. സി ഇ സി ഡി എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സെമി സർക്കിളിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഫുൾ സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലേ. അതിനെ നമുക്ക് ഒരു സിമിലർ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് എങ്ങനെ എഴുതാൻ പറ്റും, ഒ സി സൈൻ ഫൈ ഡാഷ് എന്ന് എഴുതാം. എങ്ങനെ എഴുതണേ, ഓക്കെ. ഇതാണ് ഫെയിലിയർ പ്ലെയിൻ. അപ്പം കൺസിഡർ ചെയ്യേണ്ട ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ. അതിൽ നിന്ന് ഇതാണ് ഫൈ, 90 ഡിഗ്രി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഈ സി ഇ അല്ലെങ്കിൽ സി ഡി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ആ ട്രയാങ്കിളിൽ നിന്ന് എങ്ങനെ എഴുതാൻ പറ്റും, സി ഡിയുടെ വാല്യൂം സി ഇയുടെ വാല്യൂം സെയിം ആണ്. അപ്പൊ സി ഡി നമുക്ക് എങ്ങനെ എഴുതാം, ഈ ഒ സി ഡി ട്രയാങ്കിളിൽ നിന്ന് സി ഡിയുടെ വാല്യൂ പറയണം. നയൻറ്റി ഡിഗ്രി ഇതാകുമ്പം ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്, ഒ സി ആണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പം ദെൻ സി ഡി എന്ന് പറയണത് എന്ത് വരും, ഓപ്പോസിറ്റ് സൈഡ് ആണോ അഡ്ജസൻറ്റ് സൈഡ് ആയിട്ടാണോ വരിക, ഫൈ ഡാഷ് ഇതാണ്. ഓക്കെ, ഈ ഫൈ ഡാഷിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണോ സി ഡി, അതെയോ അഡ്ജസൻറ്റ് സൈഡ് ആണോ, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമുക്ക് സൈൻ ഫൈ ഡാഷ് എങ്ങനെ എഴുതാം, സി ഡി ബൈ ഒ സി എന്ന് എഴുതാൻ പാടില്ലേ. അപ്പൊ നമുക്ക് സി ഡി എങ്ങനെ എഴുതാം, ഒ സി സൈൻ ഫൈ ഡാഷ് എന്ന് എഴുതാം ഇല്ലേ. മനസ്സിലായോ എങ്ങനെയാ വന്നതെന്ന്? ഓക്കെ. അപ്പം നമുക്ക് പി എ എന്ത് എഴുതാം, പി എ എന്ന് പറഞ്ഞാൽ ഒ സി മൈനസ് സി ആണ്. അപ്പോൾ ഒ സി എഴുതി, സി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, സി ഡി തന്നെയാണ്. അവിടെ നമ്മൾ ഒ സി സൈൻ ഫൈ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഒ സി വെളിയിലേക്ക് എടുത്തു, ബ്രാക്കറ്റിൽ എന്തെഴുതി, 1 മൈനസ് സൈൻ ഫൈ ഡാഷ് എന്ന് എഴുതി. ക്ലിയർ ആയോ ഇവിടെ വരെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണത് പി എ ഇസ് ഈക്വൽ ടു ഒ സി ഇൻറ്റു 1 മൈനസ് സൈൻ ഫൈ ഡാഷ് വരെ എഴുതിയത് ക്ലിയർ ആയോ? ഓക്കെ. ദെൻ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ സിഗ്മ ഇസഡ് ആണ്. നമുക്ക് പി എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനി ഇതിനകത്ത് എന്ത് ചെയ്യണം, ഒ സിയും കൂടെ അറിയണം, അതിന് വെർട്ടിക്കൽ സ്ട്രെസ്സും കൂടെ കണ്ടുപിടിക്കണം. അതാണ് ഇനി ചെയ്യാൻ പോണത്. സിഗ്മ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാല്യൂ ഒ ബി ആണ്. ഒ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഒ സി പ്ലസ് സി ബി എന്ന് എഴുതാം. ഓക്കെ, ഒ സി സെൻറ്റർ വെച്ചിട്ട് ഒ സി പ്ലസ് സി ബി എന്ന് എഴുതാം. അതിൽ സി ബി എന്ന് പറഞ്ഞാൽ ഇനി എങ്ങനെ എഴുതാം, ഇതുപോലെ തന്നെ ട്രയാങ്കിൾ എടുത്തിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, സി ബി എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ തന്നെയായിരിക്കും, സി ഇയും സി ഡിയും സി ബിയും ഈക്വൽ ആയിരിക്കില്ലേ. സി എന്ന് പറഞ്ഞത് ഈ മോർ സർക്കിളിന്റെ സെന്റർ ആണ്. അപ്പം സിയുടെ വാല്യൂം സി ബിയുടെ വാല്യൂം സി ഡിയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്തു, സി ബി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഒ സി സൈൻ ഫൈ ഡാഷ് തന്നെയാണ്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഒ സി ഇൻറ്റു 1 പ്ലസ് സൈൻ ഫൈ ഡാഷ് എന്ന് കിട്ടും. ദെൻ നമ്മളിനി ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ പ്രഷറിനെയാണ് നമ്മൾ പി എന്ന് എഴുതിയത്, സിഗ്മ എച്ചിനെയാണ് നമ്മൾ പി എന്ന് എഴുതിയത്. അപ്പം പി എ ബൈ സിഗ്മ ഇസഡ്, പി എ ബൈ ഹൊറിസോണ്ടൽ സ്ട്രെസ് ബൈ വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറഞ്ഞ ഈ രണ്ട് ഇക്വേഷൻസ്, പി എയുടെ ഇക്വേഷനും സിഗ്മ ഇസഡിന്റെ ഇക്വേഷനും നമ്മൾ ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പം രണ്ട് സ്ഥലത്തെയും ഒ സി ക്യാൻസൽ ആവും. ബാക്കി എന്ത് വരും, 1 മൈനസ് സൈൻ ഫൈ ഡാഷ് ബൈ 1 പ്ലസ് സൈൻ ഫൈ ഡാഷ് എന്ന് വരും. Therefore
ആക്റ്റീവ് എർത്ത് പ്രഷർ പി എന്ന് പറഞ്ഞാൽ എന്ത് വരും? കെ എ ഗാമ ഇസഡ്. ഓക്കെ, കെ എ ഗാമ ഇൻറ്റു ഇസഡ് എന്ന് വരും. കെ എ ഗാമ ഇസഡ്. കെ എ എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ ഫൈവ് ഡാഷ് ബൈ 1 പ്ലസ് സൈൻ ഫൈവ് ഡാഷ്. അതിനെയാണ് ആക്റ്റീവ് എർത്ത് പ്രഷർ കോഎഫിഷ്യൻ്റ് എന്ന് പറയാം. അപ്പം എർത്ത് പ്രഷർ കാണാൻ ഇത്രയേ ഉള്ളൂ. ഹൊറിസോണ്ടൽ എർത്ത് പ്രഷർ പി എ, ആക്റ്റീവ് എർത്ത് പ്രഷർ ആണെങ്കിൽ പി ഈസ് ഈക്വൽ ടു കെ എ ഗാമ ഇസഡ് ആണ് ആ പ്രഷറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതിൽ കെ എ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ, ഗാമ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ, ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന സോയിലിൻ്റെ ഡെപ്ത്. ഓക്കെ, ഫൈവ് ഡാഷ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ്. ഏത് ആംഗിളിലാണോ ആ സോയിൽ ഷിയർ ചെയ്ത് പോകുന്നത് ആ വാല്യൂവിനെയാണ് ഫൈവ് ഡാഷ് എന്ന് പറയുക. ക്ലിയർ ആയോ? കെ പി എ എങ്ങനെയാണ് കണ്ടുപിടിക്കണേന്ന്, ആക്റ്റീവ് എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണത് ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇത് ഡെറിവേഷൻ എങ്ങനെയാണ് വന്നതെന്നൊരു ഐഡിയ തന്നേ ഉള്ളൂ. പി ഈക്വൽ ടു കെ എ ഗാമ ഇസഡ് എങ്ങനെയാണ് വന്നതെന്നാണ് ഈ പറഞ്ഞത്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമുക്ക് കൂടുതലും ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് ചോദിക്കണത്. ഓക്കെ, അറ്റൻഡൻസ് എടുത്തായിരുന്നു. ഇല്ല, അറ്റൻഡൻസ് എടുത്തില്ല. ക്ലാസ് കഴിയുമ്പോൾ എടുത്തോളാം. എന്റെ അറ്റൻഡൻസ് ഇട്ടായിരുന്നു. ഞാൻ വിളിക്കാം, അന്നേരം പറഞ്ഞാൽ മതി. നേരം ഇല്ലെങ്കിലോ? നേരത്തെ പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരണത് പാസീവ് എർത്ത് പ്രഷർ ആണ്. പാസീവ് എർത്ത് പ്രഷറും ഇതേപോലെ തന്നെയാണ് നമ്മൾ സോൾവ് ചെയ്യുക. പാസീവ് എർത്ത് പ്രഷർ നമ്മൾ ഈ സെയിം പറഞ്ഞ പോലെ മോർ സർക്കിൾ വരയ്ക്കും. മോർ സർക്കിൾ വരച്ചിട്ട് പാസീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഈ മാക്സിമം വാല്യൂ ആയിരിക്കും വരുന്നത്. കാരണം എർത്ത് പ്രഷറിലും ഏറ്റവും മാക്സിമം വരുന്ന വാല്യൂ ആണ് എന്ത്, വെർട്ടിക്കൽ സ്ട്രെസ്സിനേക്കാളും കൂടുതലായിരിക്കും എന്ത്, പാസീവ് എർത്ത് പ്രഷർ എന്ന് പറഞ്ഞപ്പം ഇങ്ങേ അറ്റത്തായിരിക്കും പി പി പാസീവ് എർത്ത് പ്രഷർ മാർക്ക് ചെയ്യുക. അപ്പം അതുകൊണ്ട് അതിനനുസരിച്ച് ഈ ട്രയാങ്കിൾ എടുത്ത് സോൾവ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ വന്നു കഴിയുമ്പം പാസീവ് എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ കെ പി ഇൻറ്റു ഗാമ ഇസഡ് ആയിരിക്കും. കെ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷർ ആണ്. അതിനെ 1 മൈനസ് സൈൻ ഫൈവ് ഡാഷ് ബൈ 1 പ്ലസ് സൈൻ ഫൈവ് ഡാഷ് ബൈ 1 മൈനസ് സൈൻ ഫൈവ് ഡാഷും അടിയിലാണ് മൈനസ് വരിക കേട്ടോ. കെ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 പ്ലസ് സൈൻ ഫൈവ് ഡാഷ് ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ ഫൈവ് ഡാഷ്. കെ എ പഠിച്ചു വയ്ക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കെ പി എന്ന് ഓർത്ത് വയ്ക്കുക. അതാണ് താഴെ എഴുതിയേക്കണേ. കെ പി ഈസ് ഈക്വൽ ടു 1 ബൈ കെ എ ആണ്. കെ എ ഓർത്ത് വയ്ക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ കെ എ കാണണമെങ്കിൽ 1 മൈനസ് സൈൻ ഫൈവ് ഡാഷ് ബൈ 1 പ്ലസ് സൈൻ ഫൈവ് ഡാഷ് ആണ് ഓർത്ത് വയ്ക്കുക. പാസീവ് എർത്ത് പ്രഷർ ആണ് ചോദിച്ചേക്കണമെങ്കിൽ അപ്പം ക്വസ്റ്റ്യനിൽ കെ പി വരണം. ആ ആൻസറിൽ ചെയ്യുമ്പോൾ കെ പി ഇട്ട് വേണം ചെയ്യാൻ. ആ കെ പിയുടെ വാല്യൂ നേരെ തിരിച്ചായിരിക്കും. അന്നേരം ഓർമ്മ വെച്ചിരിക്കുക. അതാണ് ഇതിനെ ഓർത്തിരിക്കാൻ ഏറ്റവും എളുപ്പം. കെ എ പഠിച്ചു വെച്ചാൽ കെ പി നേരെ തിരിച്ചാണ്. ദെൻ ഇനി ഉള്ളത് ഇക്വേഷൻ എങ്ങനെയാ? അത് ടാൻ സ്ക്വയർഡ് എന്നും പറഞ്ഞൊരു ഇക്വേഷനോട് ഉണ്ടല്ലോ, ഈ മറ്റേ കെ കണ്ടുപിടിക്കാൻ. ഇതല്ലേ? ഇത് സൈൻ കൊസൈൻ ആ റൂൾ വെച്ചിട്ട് പറയുന്നതാണ്. 1 മൈനസ് സൈൻ ഫൈവ് ഡാഷ് ബൈ 1 പ്ലസ് സൈൻ ഫൈവ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ സ്ക്വയർ 45 മൈനസ് ഫൈവ് ഡാഷ് ബൈ 2 ആണ്. അത് മാത്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. അതാണ് അവിടെ എഴുതിയേക്കണത്. ടാൻ സ്ക്വയർ 45 മൈനസ് ഫൈവ് ഡാഷ് ബൈ 2 അതാണ് 1 മൈനസ് സൈൻ ഫൈവ് ബൈ 1 പ്ലസ് സൈൻ ഫൈവ് എന്ന് പറയുന്നത്. അങ്ങനെയും ചെയ്യാം. നമ്മൾ പറയുമ്പോൾ യൂഷ്വലി പിള്ളേരെ എപ്പോഴും ഇതായിരിക്കും ഓർത്തിരിക്കാൻ എളുപ്പം. എന്നിട്ട് തിരിച്ച് പഠിച്ചു വയ്ക്കാൻ പറയും. ഇനി മറ്റേതാകുമ്പം കെ പി എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ 45 പ്ലസ് ഫൈവ് ഡാഷ് ബൈ 2 അതായിരിക്കും 1 പ്ലസ് സൈൻ ഫൈവ് ഡാഷ് ബൈ 1 മൈനസ് സൈൻ ഫൈവ് ഡാഷ് എന്ന് പറയുന്നത്. അത് സൈന് കോസ് അങ്ങനെ കുറേ സിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഡെറിവേഷനിൽ വരണതാണ്. അത് വെച്ചിട്ടാണിത് ഈ 1 മൈനസ് സൈൻ ഫൈവ് ഡാഷും 1 പ്ലസ് സൈൻ ഫൈവ് ഡാഷ് എങ്ങനെയാണ് വരുന്നതെന്ന് പറയണത്. ദെൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എന്തെങ്കിലും സംശയമുണ്ടോ ഇതുവരെ പറഞ്ഞത്? ആക്റ്റീവ് എർത്ത് പ്രഷർ, പാസീവ് എർത്ത് പ്രഷർ, ടൈപ്സ്, അതിൻ്റെ വേരിയേഷൻ.
ചോദിക്കാനുണ്ടോ? Then അങ്ങനെയാണെങ്കിൽ ഇനി നെക്സ്റ്റ് പറയാണ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് P0. അത് കണ്ടുപിടിക്കണം എങ്ങനെയാണ് പറയണേ. ഇതാണ് ഒരു ഫിഗർ. റീറ്റെയിനിങ് വാളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു H ഹൈറ്റിൽ കാണിച്ചിരിക്കുന്ന റീറ്റെയിനിങ് വാള്. അതിലുള്ള ഒരു സോയിലിൻ്റെ എലമെൻ്റ് ആണ് ഈ വരച്ച് വെച്ചത്. അതിൽ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ സ്ട്രെസ് ആണിത് സിഗ്മ ഇസഡും ദെൻ ഹൊറിസോണ്ടൽ സ്ട്രെസ് സിഗ്മ എച്ചും. ഓക്കെ, ഇങ്ങനെ ഉള്ള ഒരു സോയിൽ മാസ്, ഇത് ഗ്രൗണ്ട് സർഫസ്. അങ്ങനെയാണ് എങ്കിൽ ആ സോയിലിൽ ആക്ട് ചെയ്യണ പ്രഷർ എന്ന് പറയുന്ന വേരിയേഷൻ ഒരു ട്രയാങ്കുലർ വേരിയേഷൻ ആയിരിക്കും. അതായത് ഗ്രൗണ്ട് സർഫസിൽ 0 ആയിരിക്കും. ഇവിടെ സോയിൽ പ്രഷർ ഒന്നും എക്സേർട്ട് ചെയ്യില്ല, അപ്പോൾ അത് 0. പിന്നെ എങ്ങനെയാണ് താഴേക്ക് വരും തോറും എന്ത് ചെയ്യും, പ്രഷർ കൂടി കൂടി വരും. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോമിലായിരിക്കും ആ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യണം. ഇതാണ് P0. ഓക്കെ, ആ ട്രയാങ്കിൾ ഫോർമേഷനിൽ ആക്ട് ചെയ്യണത് P0 എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിലായിരിക്കും. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് h/3. ട്രയാങ്കിളിൻ്റെ ബേസിൽ നിന്ന് അതിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഹൈറ്റ് ആണ് h/3. ദെൻ അതിൻ്റെ ഈ താഴത്തെ വിഡ്ത്ത് എന്ന് പറയുന്നതാണ് K0 ഗാമ H, ഹൊറിസോണ്ടൽ പ്രഷർ എന്ന് പറയുന്നത്. P0 എന്ന് പറയുന്നത് ഇനി കണ്ടുപിടിക്കണം. ആ പ്രഷർ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും. ഇത് സ്ട്രെസ് ഇൻറ്റൻസിറ്റി ആയുള്ളൂ. ഹൊറിസോണ്ടൽ സ്ട്രെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നതാണ് K0 ഗാമ H. എർത്ത് പ്രഷർ ആവണമെങ്കിൽ ഇതിൻ്റെ ട്രയാങ്കിൾ ഏരിയ, അതായത് ഈ പ്രഷറിൻ്റെ ടോട്ടൽ ഏരിയ ആണ് ടോട്ടൽ ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ഈ ഒരു സോയിൽ മാസിൻ്റെ ഏരിയ ആണ് ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് പറയാം. അപ്പം താഴേക്ക് നമ്മൾ എന്ത് ചെയ്യും, K0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിഗ്മ എച്ച് ബൈ സിഗ്മ ഇസഡ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ K0 ഗാമ ഇസഡ് ആണ്. കണ്ടു, K0 ഗാമ എച്ച്, K0 ഗാമ ഇസഡ്. ഇവിടെ ഇസഡ് ഒന്നും അറിയാതെ കൊടുത്തേക്കണയാണ്, എച്ച് ആണ്. ആക്ച്വലി എത്ര ഹൈറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡെപ്ത് ഇസഡ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഇസഡ് എന്ന് കൊടുക്കാൻ കാരണം. ഇസഡ് ഡെപ്തിലെ പ്രഷറാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കണേ, അതുകൊണ്ട് ഈ എച്ച് മാറി എന്താവും, ഇസഡ് ആവും. ദെൻ P0 എന്ന് പറയുന്നത് K0 ഗാമ ഇസഡ്. ഇതായിരിക്കും മാക്സിമം എർത്ത് പ്രഷറിൻ്റെ വാല്യൂ. ഇനി ഇത് എർത്ത് പ്രഷറിൻ്റെ വാല്യൂ ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ടോട്ടൽ എർത്ത് പ്രഷർ കാണണം. അതായത് പെർ യൂണിറ്റ് ലെങ്ത്തിൽ, 1 മീറ്റർ ലെങ്ത്തിൽ എത്രമാത്രം എർത്ത് പ്രഷറാണ് ഉണ്ടാവുന്നതെന്ന് കാണണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് വെർട്ടിക്കൽ എർത്ത് പ്രഷർ, ലാറ്ററൽ എർത്ത് പ്രഷർ P0 എന്ന് പറയുന്നത് K0 ഗാമ ഇസഡ് ആണ്. അതൊരു പ്രഷർ വേരിയേഷൻ എന്ന ഡയഗ്രാം വരയ്ക്കുമ്പം നമ്മൾ സ്ട്രെസ് ഡയഗ്രാം വരച്ചില്ലേ, വെർട്ടിക്കൽ സ്ട്രെസ് ഡയഗ്രാംസ് വരച്ചില്ലേ. അപ്പം അങ്ങനെ വരയ്ക്കുമ്പം ഈ ലാറ്ററൽ എർത്ത് പ്രഷറിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത് അറ്റ് റെസ്റ്റ് ആവുമ്പം ഇങ്ങനൊരു ട്രയാങ്കിൾ ഫോമിലായിരിക്കും. ഗ്രൗണ്ട് സർഫസിൽ 0, താഴേക്ക് വരുംതോറും ആ വാല്യൂ എന്ത് ചെയ്യും, കൂടി കൂടി വരും. അതാണ് ആ ഇൻറ്റൻസിറ്റിയാണ് K0 ഗാമ എച്ച്. ദെൻ അതിലെ ടോട്ടൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ പ്രഷർ ഡയഗ്രത്തിൻ്റെ ഏരിയ ആയിരിക്കും. അത് കണ്ടാലാണ് റിസൾട്ടൻ, അതായത് ടോട്ടൽ ആയിട്ടുള്ള ആ റീറ്റെയിനിങ് വാളിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ അല്ലെങ്കിൽ റിസൾട്ടൻ്റ് പ്രഷർ നമുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് ചെയ്യുമ്പം ആകെ ടോപ്പിലെയും ബോട്ടത്തിലെയും പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റീസേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ടോട്ടൽ ഹൈറ്റിൽ എത്രമാത്രം പ്രഷർ ഈ സോയിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ചെയ്യണം. അങ്ങനെ ചെയ്താലാണ് റിസൾട്ടൻ സ്ട്രെസ് അല്ലെങ്കിൽ ടോട്ടലി എത്രമാത്രം സ്ട്രെസ് ആണോ എർത്ത് പ്രഷറാണോ ഈ റീറ്റെയിനിങ് വാളിൽ വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആ പ്രഷർ ഡയഗ്രത്തിൻ്റെ ഏരിയ കാണണം. ഏരിയ എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പം ഹാഫ് ഇൻറ്റു ബോട്ടത്തിലെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ K0 ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച്, ദെൻ ഇൻറ്റു ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്. അപ്പം എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു K0 ഗാമ എച്ച് സ്ക്വയർ. അത് ആക്ട് ചെയ്യണ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബേസിൽ നിന്ന് h/3 ഹൈറ്റിലായിരിക്കും. ഇനി K0 എങ്ങനെ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ 1 മൈനസ് സൈൻ ഫൈ ഡാഷ് ആണ്. K0 എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ ഫൈ ഡാഷ്, അത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് പറഞ്ഞിരിക്കുക, അതിൻ്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട. K0 എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ ഫൈ ഡാഷ് ആണ്. അറ്റ് റെസ്റ്റ് കണ്ടുപിടിക്കണേ എങ്ങനെയാണെന്ന് മനസ്സിലായോ? P0 എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. ഇതേപോലെ പാസീവും ഉണ്ട് ആക്റ്റീവും ഉണ്ട്. ഇനി
ക്ലിയർ ആയോ? ഹലോ, ഏകദേശം ഒരു ഐഡിയ ആയോ? ഹലോ, മിസ്സേ കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തു. അതെ, സംസാരിക്കാതിരിക്കരുത്, എനിക്ക് മനസ്സിലാവില്ല. നമ്മൾ അങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അപ്പം അതൊന്ന് നിലനിർത്തണേ, എന്നാലാണ് ക്ലാസ്സിൽ എഫക്റ്റീവ് ആവണ്ടോ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം റെസ്പോണ്ട് ചെയ്യണേ. ദെൻ ഇനി ഇതിൻ്റെ പല കേസുകളാണ്. ആക്റ്റീവ് വർക്ക് പ്രഷർ ആണെങ്കിലും പാസീവ് വർക്ക് പ്രഷർ ആണെങ്കിലും മറ്റ് റെസ്റ്റ് ആണെങ്കിലും ഇതിൽ സർചാർജ് വരുന്നത്, വാട്ടർ ടേബിൾ വരുന്നത്, അങ്ങനെ വരുമ്പോൾ ഡയഗ്രാം എങ്ങനെയാണ് അതിനെ നമ്മൾ സോൾവ് ചെയ്യലാണ് ഇനി ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്ത കേസ് സർചാർജ് ആണ്. എർത്ത് റെസ്റ്റിൽ ഒരു സർചാർജും കൂടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ടോട്ടൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയണത് കണ്ടുപിടിക്കണം. അപ്പം അതാണ് അടുത്ത കേസ്. സർചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് സർചാർജ് എന്ന് പറഞ്ഞാൽ? ലോഡ് അപ്ലൈ ഒരു ലോഡാണ്. ഒരു യൂണിഫോമിലി ആക്ട് ചെയ്യുന്ന ഒരു ലോഡിനെയാണ് നമ്മൾ എന്ത് പറയാ? സർചാർജ് എന്ന് പറയാം. അത് സോയിലിൽ ആക്ട് ചെയ്യണോണ്ടാണ് അതിനെ നമ്മൾ സർചാർജ് എന്ന് പറയാം. അതിൻ്റെ ഇൻറ്റൻസിറ്റി ക്യൂ ആണ്. ക്യൂ പെർ എം സ്ക്വയർ ആണ്. ക്യൂ എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിയിലാണ് ആ സർചാർജ് എങ്കിൽ അതുമൂലം ഈ സോയിലിൽ ഉണ്ടാവുന്ന എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണം. ലാറ്ററൽ എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇവിടെ ഒരു സർചാർജ് ഉണ്ട്. അപ്പോൾ ആ സർചാർജ് കൊണ്ട് മാത്രം ഈ സോയിലിൽ ഉണ്ടാവുന്ന സ്ട്രെസ് കണ്ടുപിടിക്കണം. ദെൻ ഇവിടെ എന്താണ്? സോയിൽ മാസ് ഉണ്ട്. ആ സോയിൽ കൊണ്ടുണ്ടാകുന്ന പ്രഷറും കണ്ടുപിടിക്കണം. ഈ രണ്ട് പ്രഷറിൻ്റെയും കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്ത്? ടോട്ടൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇതാണ് ഡയഗ്രം ലോ. സർചാർജ് ഇതാണ്. ഈ സർചാർജ് കൊണ്ട് ഈ സോയിലിൽ ഉണ്ടാവുന്ന പ്രഷർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണേ? ഇത് ലെവൽ എ ആണ്, ഇത് ലെവൽ ബി ആണെങ്കിൽ എ ലെവലിൽ സർചാർജ് കൊണ്ടുള്ള പ്രഷറിന്റെ ഇന്റൻസിറ്റി എത്രയായിരിക്കും? സ്ട്രെസ് എത്രയായിരിക്കും? 0 ആണോ? നമ്മൾ വെർട്ടിക്കൽ സ്ട്രെസ് ചെയ്ത പോലെ തന്നെ. വെർട്ടിക്കൽ സ്ട്രെസ് ചെയ്തപ്പം എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു സർചാർജ് ഉണ്ടെങ്കിൽ അവിടുത്തെ സ്ട്രെസ്സിന്റെ ഇന്റൻസിറ്റി എത്രയാണ്? ആ സർചാർജിന്റെ വാല്യൂ തന്നെയാണ്. ഇവിടെ നമ്മൾ എർത്ത് പ്രഷർ കാണുന്നതുകൊണ്ട് നമ്മൾ ആ ഇന്റൻസിറ്റി എന്ത് വരും? K0. അത് അറ്റ് റെസ്റ്റ് ആയതുകൊണ്ടാണ് K0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേ ഇൻറ്റു ആ സർചാർജിന്റെ വാല്യൂ. ഓക്കെ, ഇനി താഴേക്ക് ബി ലെവലിൽ എങ്ങനെയായിരിക്കും? ഈ സെയിം വാല്യൂ തന്നെയായിരിക്കും അല്ലേ? അപ്പം അതിൻ്റെ വേരിയേഷൻ ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ഒരേ ഇൻറ്റൻസിറ്റി ആണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പം താഴെ തൊട്ട് മുകളിൽ വരെ ആ സോയിലിൻ്റെ ഡെപ്തിൽ ഒരു റെക്റ്റാങ്കുലർ വേരിയേഷൻ ആയിരിക്കും സർചാർജ് കൊണ്ടുള്ളത്. അതിനെ നമ്മൾ P1 എന്ന് വിളിക്കും. ഇതാണ് എർത്ത് പ്രഷർ P1. അത് എവിടെയായിരിക്കും ആക്ട് ചെയ്യണേ? ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിലായിരിക്കും ആക്ട് ചെയ്യണേ അല്ലേ? അതാണ് ഈ ഫിഗർ, ആദ്യത്തെ ഈ റെക്റ്റാങ്കിൾ കാണിച്ചേക്കണേ. ക്ലിയർ ആയോ? അത് ആക്ട് ചെയ്യണ ഹൈറ്റ് h/2 ആയിരിക്കും. ഈ ബേസിൽ നിന്ന് h/2 ഹൈറ്റിലായിരിക്കും കാണണേ. ഓക്കെ, ഇനി ഇവിടെ എന്തുണ്ട്? ഈ റിട്ടേൺ വാളിൻ്റെ ഇപ്പുറ ബാക്ക് ഫിൽ ഉണ്ട്, സോയിലുണ്ട്. ആ സോയിലിൻ്റെ പ്രഷറും കൂടെ കൂടിയാലാണ് എന്ത്? ടോട്ടൽ എർത്ത് പ്രഷർ ആവുള്ളൂ. അപ്പോൾ സോയിലിൻ്റെ പ്രഷർ എങ്ങനെ വരയ്ക്കാം? ട്രയാങ്കിൾ വേരിയേഷൻ ആണ്. എങ്ങനെ വരയ്ക്കും? ഇങ്ങനെ ഡെപ്ത് ട്രയാങ്കിൾ. ഇത് P2 ആണ്. ഓക്കെ, അത് ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ K0 ഗാമ H ആയിരിക്കും, ഈ ഹൈറ്റ് H. അപ്പം ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് എന്ത്? ടോട്ടൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. അതാണ് ഈ ആരോ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്തേക്കണം. ഈ ഒരു ഫിഗറിൻ്റെ എക്സാക്ട് സെൻട്രോയിഡിൽ വരുന്നത്. ക്ലിയർ ആയോ? ഈ രണ്ട് ഡയഗ്രം എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? ഈ ട്രയാങ്കിളും റെക്ടാങ്കിളും വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ജസ്റ്റ് ഒരു ഐഡിയ ആണ് ഇപ്പോൾ പറഞ്ഞത്.
ഓക്കെ, രണ്ട് ഫിഗറും കൂടെ ഒരുമിച്ച് വരച്ചേക്കണമെന്നേ ഉള്ളൂ. ഇങ്ങനെ രണ്ട് ഫിഗറായിട്ട് വരച്ചാണ് ക്ലാസ്സിൽ നമ്മൾ യൂഷ്വലി ചെയ്യിക്കാറ്. ഒരുമിച്ച് വരപ്പിക്കാറില്ല, കാരണം ഏരിയ ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് ഡയഗ്രാംസ് വരും, അപ്പം പിള്ളേർക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമ്മൾ പല ഫിഗറായിട്ട് ഡിവൈഡ് ചെയ്ത് തന്നെയാണ് കാണിക്കാറ്. ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിലായിരിക്കും ആക്ട് ചെയ്യുക ഈ P2 എന്ന് പറയുന്നത്. H/3 ഹൈറ്റിലായിരിക്കും ബേസിൽ നിന്ന് ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് വരെ. ഇനി ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് P1 + P2 ആണ്. P1 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഏരിയ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാം. അപ്പോൾ K0 × Q × H, ദെൻ മറ്റേ P2 എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു K0 × ഗാമ H × H. ക്ലിയർ ആയോ? ആ രണ്ട് P1 P2 എന്ന് പറയുന്ന പ്രഷർ കണ്ടുപിടിച്ചു, ആ പ്രഷർ ഡയഗ്രാം വരച്ചു. ആ രണ്ട് പ്രഷർ ഡയഗ്രത്തിൻ്റെയും ഏരിയയാണ് ടോട്ടൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ P1 എന്ന് പറഞ്ഞ റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, അപ്പം K0 × Q ആണ് ഈ ബേസ്, ഇൻറ്റു അതിൻ്റെ ഹൈറ്റ്, അത് P1. രണ്ടാമത്തെ P2 എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ്, അതിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ഈ ഹൈറ്റ് H ഇൻറ്റു K0 ഗാമ H. അത് രണ്ടുമാണ് ഈ താഴെ എഴുതി വെച്ചേക്കണത്. ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത് P1 + P2. ആ പ്രഷർ ഡയഗ്രത്തിൻ്റെ ഏരിയ K0 Q H പ്ലസ് ഹാഫ് ഇൻറ്റു K0 × ഗാമ ഇൻറ്റു H × H എന്ന് പറയുന്നത് H² എന്ന് എഴുതി. ദെൻ ഇനി ഇത് ലൊക്കേറ്റ് ചെയ്യണം. ലൊക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ P0 എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ ഒരു പോയിന്റിലാണ്. അത് ഈ ബേസിൽ നിന്ന് എത്ര ഹൈറ്റിലാണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൊമെൻ്റ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ P0 സപ്പോസ് Z ബാർ ഹൈറ്റിലാണ് എങ്കിൽ P0 × Z ബാർ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? P1 × H/2, P1 × Z1. ഇതാണ് ഇക്വേഷൻ. മൊമെൻ്റ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ആ ലൈൻ ഓഫ് ആക്ഷൻ എഴുതണത്. പ്രോബ്ലം ചെയ്യിക്കുമ്പം കുറച്ചുകൂടെ പറഞ്ഞു തരും. ഇങ്ങനെ P0 മൊമെൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ആ ലൈൻ ഓഫ് ആക്ഷൻ P0 × Z ബാർ. P0 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആക്ട് ചെയ്യുന്ന എർത്ത് പ്രഷർ, അത് × Z ബാർ എന്ന് പറയുന്നത് P1 Z1 ബാർ പ്ലസ് P2 Z2 ബാർ ആയിരിക്കും. Z1 ബാർ എന്ന് പറഞ്ഞാൽ P1 എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്, Z2 ബാർ എന്ന് പറഞ്ഞാൽ P2 എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്. ദെൻ Z ബാർ എന്ന് ലൊക്കേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? P1 Z1 ബാർ പ്ലസ് P2 Z2 ബാർ ഹോൾ ഡിവൈഡഡ് ബൈ P0. ടോട്ടൽ പ്രഷർ P0 കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, അത് ഏത് പോയിന്റിലാണ് ആക്ട് ചെയ്യണതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു ഐഡിയ ആയോ? സിമ്പിൾ കേസും സർചാർജ് വരുന്ന കേസും രണ്ട് കണ്ടീഷൻസ്. ഇപ്പം സോയിൽ വാട്ടർ ടേബിളും സർചാർജും ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ 2ഉം 3ഉം ഡയഗ്രാംസ് വരിക, സ്ട്രെസ് ഡയഗ്രാം വരിക. എന്നിട്ട് അതിൻ്റെ ഏരിയ കണ്ടിട്ട് വേണം പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ, ടോട്ടൽ എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതല്ല ജസ്റ്റ് സോയിൽ മാസ് മാത്രമേ ഉള്ളെങ്കിൽ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ ആയിരിക്കും. അതെല്ലാം വരുന്നത് നമ്മൾ ഈ പ്രഷർ ഇൻറ്റൻസിറ്റി ഓരോ ലെവലിലെയും കണ്ടുപഠിക്കുമ്പോഴാണ് ആ ഡയഗ്രാംസ് നമുക്ക് കിട്ടുന്നത്. ഓരോ പോയിന്റിലെയും സർചാർജ് കൊണ്ട് അല്ലെങ്കിൽ സോയിൽ കൊണ്ട് എത്രമാത്രം പ്രഷർ ആണോ ഉണ്ടാകുന്നത്, സ്ട്രെസ് ആണോ ഉണ്ടാകുന്നത്, അത് കണ്ടുപിടിക്കുന്നതനുസരിച്ചാണ് ആ ഡയഗ്രാം നമ്മൾ വരയ്ക്കുക, പ്രഷർ ഡയഗ്രാംസ് വരയ്ക്കുക. അത് കറക്റ്റായിട്ട് നമ്മൾ ലെയർഡ്, ഓരോ സോയിൽ ലെയർ ബൈ ലെയർ അനലൈസ് ചെയ്യുന്ന കണ്ടീഷനിലാണ് ആ ഡയഗ്രത്തിൻ്റെ വേരിയേഷൻ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഫിഗർ വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് ഫിഗർ വരയ്ക്കണേന്നുള്ളത്. ഇതുവരെ ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് നാളെ ഇതുവരെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതുവരെ ഒന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ആണ് ഇനി ചെയ്യിക്കണം. അപ്പം കാര്യങ്ങൾ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റിൻ്റെ 2 പ്രോബ്ലം ചെയ്യിച്ചിട്ടാണ് ഇനി കോഹഷൻ പാസീവും ആക്റ്റീവും ചെയ്യുള്ളൂ. അതിൻ്റെ കണ്ടീഷൻസും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അറ്റൻഡൻസ് ഒന്ന് പറയാമോ? നമ്പേഴ്സ് പറഞ്ഞാൽ മതിയേ. വൺ ആബ്സെന്റ് ആ തോന്നുന്നു മിസ്. 1 ആബ്സെന്റ് ആണോ? അറിയത്തില്ല, 1 ഉണ്ടെന്ന് അറിയില്ല. ഒരു സെക്കൻഡ്, ഞാനേ
സ്ക്രീൻ ഷെയർ ചെയ്യണേ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ.